നമസ്കാരം. കേരളത്തിലെ സ്ത്രീധന പീഡന മരണങ്ങളിൽ മാറുന്നത് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ പേരുകൾ മാത്രമാണ്. ഈ കണക്കുകളിൽ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ് എളങ്കൂരിലെ വിഷ്ണുജ എന്ന പെൺകുട്ടിയുടെ മരണം. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലായി സ്ത്രീധന പീഡന മരണം എന്നത് ഒരു സാധാരണ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഇത്തരം കേസുകളുടെ ഉയർന്നു വരുന്ന നിരക്ക് പേടിപ്പെടുത്തുന്നതാണ്. ജീവന് വിലമതിക്കാനാവില്ലെന്നുള്ള വസ്തുത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സഹായങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്ന നാട്ടിലാണ് സ്വർണത്തിന്റെയും പണത്തിന്റെയും ത്രാസിൽ പെൺകുട്ടികളെ അളക്കുന്നതും. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന 1961 പാർലമെന്റ് പാസാക്കിയ നിയമമുള്ള നാട്ടിൽ 28 കുടുംബ കോടതികളിലായി 1.25 ലക്ഷം കേസുകളാണ് ഉള്ളത്. പെൺകുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ കുടുംബത്തിന് സമൂഹം കൽപ്പിച്ചു നൽകുന്ന ഉത്തരവാദിത്വമാണ് നല്ല നിലയിൽ കെട്ടിച്ചുവിടുക എന്നത്. നല്ല നിലയിൽ കെട്ടിക്കുന്നതിന് വേണ്ടിയാവും പിന്നീട് മാതാപിതാക്കൾ അവരുടെ ഉറക്കം കളയുക. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കടം വാങ്ങി തന്നാൽ കഴിയുന്നതും വലിയ സ്ത്രീധനം കൊടുത്ത് മക്കളെ കല്യാണം കഴിപ്പിക്കും. തിരുവനന്തപുരത്ത് വലിയ സ്ത്രീധന തുക കൊടുക്കാൻ കഴിയാത്തതിനാൽ പ്രണയം നിരസിക്കപ്പെട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്തതും ഒരു തരത്തിൽ ഇതേ കേസ് തന്നെയല്ലേ? സ്ത്രീധന പീഡനം ക്രിമിനൽ കുറ്റമാണ്. വിവാഹ ചിലവിന് എന്ന പേരിൽ വധുവിന്റെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പണവും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. വിവാഹത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങൾ പോലും രേഖയായി സൂക്ഷിക്കണമെന്നതാണ് നിയമം. സർക്കാർ ഉദ്യോഗസ്ഥർ വിവാഹിതരാകുമ്പോൾ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്ന സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഭർതൃഗൃഹങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വളരെ കൂടുതലാണ്. കേരള ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2020 ജനുവരി മുതൽ 2024 ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 82,450 കേസുകളാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2016 15,114, 2017 14,263, 2018 13,643, 2019 14,293, 2020 12,659, 2021 16,199, 2022 18,943, 2023 18,980, 2024 ഒക്ടോബർ വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 15,669 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2025 കണക്കുകൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭർത്താക്കന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള പീഡനങ്ങൾ തന്നെയാണ്. വിവാഹിതരായ സ്ത്രീകൾ ഭർതൃവീടുകളിൽ നേരിടുന്ന പീഡനങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം മുന്നിൽ ഒരു സ്ത്രീ പങ്കാളിയിൽ നിന്ന് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഭർതൃഗൃഹങ്ങളിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിന്റെ പ്രധാന കാരണം പങ്കാളിയുടെ പീഡനമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത്. കാലക്രമേണ നിയമത്തിൽ പല ഭേദഗതികളും നടപ്പിലാക്കി. മേഖല ഓഫീസുകളിൽ മാത്രമുണ്ടായിരുന്ന റീജിയണൽ ദൗറി പ്രൊഹിബിഷൻ ഓഫീസർ തസ്തിക ചില തലങ്ങളിലേക്ക് വ്യാപിച്ച് ദൗറി പ്രൊഹിബിഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി. സെക്ഷൻ 2 പ്രകാരം മൂല്യമുള്ള എന്തിനേയും സ്ത്രീധനമായി കണക്കാക്കും. സെക്ഷൻ 3 പ്രകാരം 5 വർഷം വരെ തടവ് ശിക്ഷയോ 15,000 രൂപ വരെ പിഴയോ ലഭിക്കും. അതല്ലെങ്കിൽ സ്ത്രീധനത്തിൽ ഉൾപ്പെട്ട സ്വർണമടക്കമുള്ള വസ്തുക്കൾക്ക് തുല്യമായ തുക പിഴയായി ഈടാക്കണമെന്നും പറയുന്നുണ്ട്. കൂടാതെ വിവാഹത്തിന് ലഭിച്ച സമ്മാനങ്ങളുടെ ലിസ്റ്റ് ശേഖരിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, പരസ്യങ്ങൾ, സിനിമ എന്നിവ ഒഴിവാക്കണമെന്നും നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് പോലും അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ് മാനസിക ശാരീരിക പീഡനങ്ങൾ. അതിന് പ്രധാനമായും കുടുംബത്തോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള ഒരു കരുതൽ എന്നതുകൊണ്ട് മാത്രമാണ് സ്ത്രീകൾ ഇത്രയും പീഡനങ്ങൾ ഏറ്റിട്ടും അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 6 വർഷത്തിനിടെ സ്ത്രീധന പീഡനം കാരണം മാത്രം മരണപ്പെട്ടത് 80 യുവതികളാണ്. സ്ത്രീധനം കുറഞ്ഞു പോയതിന് അടിച്ചും ചവിട്ടിയും പട്ടിണിക്കിട്ടും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും നിർദ്ദയം പെൺകുട്ടികളെ ഇല്ലാതാക്കിയത് നാം കണ്ടതാണ്. ഏവരും ക്ഷമ എന്ന ആ 2 അക്ഷരം കൊണ്ട് സഹിച്ചു പിടിച്ച് ക്ഷമ പോയിട്ട് മരണപ്പെട്ടവരും ആത്മഹത്യവരും കൂടുതലാണ് ഈ സ്ത്രീകളുടെ മരണത്തിൽ കാണുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഇത്തരത്തിൽ 247 മരണങ്ങളാണ് നടന്നത്. ഇനിയും മാതാപിതാക്കൾ കണ്ണു തുറക്കുക. പെൺകുട്ടികൾ ഒരു ഭാരമല്ലെന്ന് മനസ്സിലാക്കുക. അവരെ സാമ്പത്തിക സ്ഥിരതയുള്ളവരാക്കി മാറ്റുക.
അവർ വളരട്ടെ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.